എൻ്റെ സുട്ടുമണി കുട്ടുവിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ സുട്ടുമണി ആരാന്ന് മനസ്സിലായല്ലോ. നിൽക്കണ ഈ കുഞ്ഞിക്കുറുമ്പ് ആരാന്നറിയോ? നമ്മളെ റോമിക്കുട്ടിയാട്ടാ. റോമിക്കുട്ടീന് വളരെ ചെറിയ പ്രായത്തിലുള്ളതാണ്. നമ്മൾ അവനെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഈ കുഞ്ഞിക്കുറുമ്പ് എങ്ങനെയായിരുന്നു, എപ്പോൾ നോക്കിയാലും കരഞ്ഞുകൊണ്ടേയിരിക്കും. പാല് വേണം പാല് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞിക്കുറുമ്പ്. കണ്ട എന്ത് വികൃതിയെന്ന് അറിയുന്നു ഇവന്. ഭയങ്കര ഉറങ്ങാനേ വിടില്ല രാത്രി. നമ്മളൊന്നും കറക്റ്റ് അവന് അലാറം വെച്ച പോലെ കറക്റ്റ് 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മളോട് വന്നിട്ട് പാല് വേണം കരഞ്ഞുകൊണ്ടേയിരിക്കും. ചില സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ദേഷ്യം വരും. എന്നാലും കുഞ്ഞുകുറുമ്പനെ ഞാനാണ് അധികം മാക്സിമം നോക്കുക. ഉറക്കം ഒഴിച്ചിട്ട് ചെറിയ കുട്ടികളെ കയ്യിലിട്ട് ഉറക്കണ പോലെ ആട്ടിക്കൊണ്ടേയിരുന്ന് ഉറക്കും നമ്മളവനെ. അപ്പോൾ ഈ കൂട്ടത്തിൽ റോമിക്കുട്ടി ഉണ്ട് കേട്ടോ. അവൻ്റെ അമ്മയാണ് ഈ കാണുന്നത്. അവൻ്റെ അമ്മയൊക്കെ മരിച്ചു പോയി. ഇപ്പോൾ ഇതെൻ്റെ കുഞ്ഞുകുറുമ്പ് ഈ കോലത്തിലായി, വലിയ പയ്യനായി, 5 വയസ്സായി. ആ കാണുന്ന ആളായിരുന്നു ഈ ഇരിക്കുന്നത്. കണ്ടാൽ പറയോ ഇതാണ് ആളെന്നുള്ളത്. ചുണ്ടേരനല്ലേ, ചുണ്ടേരൻ കണ്ട കറുപ്പ് മൂക്ക്, കുഞ്ഞിക്കോണ്ട് മൂക്ക് ഇരിക്കുന്നു, 2 തികോണ്ട് ബൾബിൻ്റെ കണ്ണിരിക്കുന്നു, പിന്നെ മാങ്ങ സൈസിൽ 2 ചെവി ഇരിക്കുന്നു, പിന്നെ 4 കുഞ്ഞു കാലെല്ലാം ഇരിക്കുന്നു കേട്ടോ. മഹാ വീരനാണ്. പിന്നെ എൻ്റെ ബോഡി ഗാർഡാണ്. പിന്നെ അവനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അവിടെ മുകളിൽ നിൽക്കുന്നത്, കാക്ക. അതെൻ്റെ റോക്കിക്കുട്ടിക്കും ഇഷ്ടമല്ല, എൻ്റെ റോമിക്കുട്ടിക്കും ഇഷ്ടമല്ല. 2 പേരും കാക്കാനെ കണ്ടു കഴിഞ്ഞാൽ എലിയും പുലിയാണ്. പിന്നെ പറയാന്ന് വെച്ചാൽ ഇവരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇവരാണ് ഞങ്ങൾക്ക് എല്ലാം. ഇവരില്ലെങ്കിൽ ഞാനില്ലേ ഇല്ല. ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്കൊരു പെറ്റ്സിനെ വളർത്താമെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഈ കുഞ്ഞുകുറുമ്പ് എടുക്കുന്നത്. റോമിക്കുട്ടീനെ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പം വന്നതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ വരാനാണ് ശരി, ജോലിക്ക് പോലും ശരി, അയ്യോ നമ്മൾ വീട്ടിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് ഫുഡ് കൊടുക്കണമല്ലോ, വിശക്കുമല്ലോ, അവൻ കാത്തിരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വരും. അവൻ വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ അവനക്കുള്ള സന്തോഷം. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. അങ്ങനെയൊക്കെ കുറച്ച് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അമ്മ അച്ഛൻ എന്നുള്ളൊരു സ്ഥാനത്ത് പോയത് ഈ കുട്ടിക്കുറുമ്പ് വന്നതിൻ്റെ ശേഷമാണ്. എല്ലാവരും പറയും മക്കളെ ഇല്ലാതെ നിങ്ങൾ ഈ നായ്ക്കളൊക്കെ വളർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാന്ന്. അതിനോട് സ്നേഹിച്ചിട്ട് അവരെ കൂടെ ചിലവഴിച്ചിട്ട് അവരോട് സ്നേഹം എന്താണെന്ന് അറിയാത്തവരാണ് അങ്ങനെ പറയാം. അപ്പം എനിക്കറിയാം, അല്ലെങ്കിൽ ഇതുപോലെ നിറയെ പെറ്റ്സുകൾ സ്നേഹിക്കുന്നവർക്കറിയാം, ഇവരെ കൂടെ നിൽക്കുമ്പോൾ ഇവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്താണ്, ഇവർ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണെന്നുള്ളത് ഇവർക്കറിയും. കാരണം ഇവർക്ക് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നമ്മൾ അടിച്ചാലും ശരി, കൊന്നാലും ശരി, നമ്മൾ വിഷം വെച്ച് കൊടുത്താലും ശരി, ആ ഫുഡ് കഴിക്കണം. അത് കഴിച്ചിട്ട് നമ്മളെ വാലായിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അതിൽ വിഷമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ടാണെന്നോ ഒന്നും ആലോചിക്കാനുള്ളൊരു ബുദ്ധി അവർക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ മൃഗമായിട്ട് ജനിച്ചത്. അല്ലെങ്കിൽ മനുഷ്യനാവുമല്ലോ. മനുഷ്യൻ്റെ ബുദ്ധി അവർക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഇവരെ സ്നേഹിക്കുമോ? കാരണം മനുഷ്യൻ്റെ എല്ലാ വൃത്തിയുടെ സ്വഭാവങ്ങളും ഇത് മക്കൾക്ക് വരില്ലേ. പിന്നെ എല്ലാവരും പറയും എന്തിനാ ഇവരൊക്കെ എടുത്ത് വളർത്തുന്നത്, ഇതിനും വേറെ ഏതെങ്കിലും എടുത്ത് വളർത്തിക്കൂടെ, ഇവരെ കിട്ടും നിങ്ങൾക്ക് എന്താ ലാഭമുള്ളതെന്ന്. ഇവരെ കൊണ്ട് ലാഭമുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്നേഹം വേറെ എവിടെയും കിട്ടൂലല്ലോ. വില കൊടുത്താൽ കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ ആരെ സ്നേഹിക്കാനും ശരി, മനുഷ്യനെ സ്നേഹിക്കാനും ശരി, നമ്മുടെ അടുത്ത് പണം ഉണ്ടോ അല്ലെങ്കിൽ വേറെ നല്ല ജോലി ഉണ്ടോ, അതൊക്കെ ഉള്ളിടത്തേ നോക്കുള്ളൂ. ഇവരുടെ അടുത്ത് അങ്ങനെയല്ല. ഇവർ നമ്മൾ ഇനിയിപ്പോൾ പിച്ചക്കാരനായാലും ശരി നമ്മളെ ആയിക്കോളൂ. നമ്മൾ മരിക്കാൻ പോകുന്ന ശരി ഇവർ നമ്മളെ കൂടെ വരും. നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും. എൻ്റെ സുന്ദര മക്കളാണ്. എൻ്റെ 3 മക്കളുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ ഇവനാളൊരു പോക്കിരിയാണ്. എൻ്റെ അമ്മേ, എല്ലാവർക്കും മൂലത്തിൽ ഒരു ഓട്ടയെന്ന് വെച്ചാൽ ഇവനക്ക് 2 ഓട്ടയാണ്. അതുപോലെ വികൃതി ചെയ്ത് വെച്ചാൽ ഒരിക്കൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഡപ്പേൻ്റെ കഴുത്തിൽ കുടുങ്ങി വെച്ചിട്ട് ആ സമയം നമ്മളുടെല്ലാം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ വികൃതി ഇവൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ കേബിളിൻ്റെ ഇത് വയർ കഴുത്തിൽ കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിയിട്ട് അതൊരു ബുദ്ധിമുട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ കുരുത്തക്കേട് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയേട്ടാ. മറ്റു 2 പേരും അങ്ങനെ ചെയ്യില്ല. ഇത് അവൻ്റെ ചെറിയ നിറയുമ്പോൾ കുട്ടിയേട്ടാ. ഈ കുട്ടിയും പിന്നെ എന്നോടാണ് ഭയങ്കര സ്നേഹം. പിന്നെ ഈ ഇരിക്കുന്ന വെള്ളക്കുട്ടിയുള്ള റോക്കി, അവൻ്റെ അച്ഛനോടും. എല്ലാവരും നമ്മൾ വീഡിയോ കാണണേ.